വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പങ്കുറപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. രാഹുലിനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകും. പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വന്നതോടെയാണ് നടപടികൾ ക്രൈംബ്രാഞ്ച് വേഗത്തിലാക്കുന്നത്. ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ. ടി വി പ്രസാദ്, എന്തായാലും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു. എന്തായാലും തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കീർത്തനാര്യ, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് വ്യാജ തിരിച്ചറിയൽ കാർഡിലെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ പത്തനംതിട്ടയിലെ അടൂരിലും പരിസര പ്രദേശങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില KSU യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. ഒരു ഫോണും അന്ന് കണ്ടെത്തിയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വ്യാപകമായി 2000-ലേറെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചു എന്നതാണ് കേസ്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോയും മേൽവിലാസവും മാറ്റിക്കൊണ്ടായിരുന്നു കള്ളവോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത്. ഏതാണ്ട് 2000-ലേറെ കാർഡുകൾ ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചെന്ന് നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ സജീവമായ അന്വേഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്ക് വെളിവാകുന്ന രീതിയിലുള്ള ഒരു ശബ്ദ സന്ദേശം മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കിട്ടുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഹാജരാകുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകിയതെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഹാജരാകാൻ തയ്യാറായില്ല. നോട്ടീസ് കിട്ടിയില്ല എന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. ഇനിയിപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. എത്രയും പെട്ടെന്ന് അതിനുള്ള നോട്ടീസ് കൈമാറുകയും ചെയ്യും. ഏറെ ഗൗരവമുള്ള ഒരു കേസാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാജമായി തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയത് എന്നതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ വലിയ പരിശോധനകളെല്ലാം സംസ്ഥാന വ്യാപകമായി നടത്തിയിരുന്നു. പക്ഷെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ ഫോണിന്റെ പാസ്വേഡ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു കൊടുത്തിരുന്നുമില്ല. എന്തായാലും പുതിയ സാഹചര്യത്തിൽ അതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കും. അന്വേഷണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണിത്. ആര്യ, കീർത്തന.